ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഒരു കാട്ടിൽ 3 മരം ഉണ്ടായി. ഈ 3 മരവും അവരുടെ ആഗ്രഹങ്ങൾ പരസ്പരം ഷെയർ ചെയ്യാം. ഒന്നാമത്തെ മരം പറഞ്ഞു, എനിക്ക് സ്വർണവും പൊന്ന് വെള്ളി നിധി ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വലിയൊരു നിധിപ്പെട്ടി ആകണം, നിധി പേടകമാകണം എന്ന് ഒന്നാമത്തെ മരം പറഞ്ഞു. അപ്പോൾ ഈ രണ്ടാമത്തെ മരം പറഞ്ഞു, എനിക്ക് രാജാക്കന്മാരെയും മന്ത്രിമാരെയും പ്രഭുക്കന്മാരെയും ഒക്കെ കൊണ്ടുപോകുന്ന സമുദ്രത്തിൻ്റെ മധ്യേ കുതിച്ചു പായുന്ന വലിയൊരു കപ്പലായി തീരണം എന്ന് ഈ രണ്ടാമത്തെ മരം പറഞ്ഞു. അപ്പോൾ മൂന്നാമത്തെ മരം പറഞ്ഞു, എനിക്ക് വണ്ണത്തിലും പൊക്കത്തിലും ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന വലിയ മരമാണ്, ആരെന്നെ കണ്ടാലും എന്നെ ബഹുമാനിക്കണം, എന്നെ വണങ്ങണം. ഇതായിരുന്നു മൂന്നാമത്തെ മരത്തിൻ്റെ ആഗ്രഹം. അങ്ങനെ ഈ 3 മരവും അവരുടെ ആഗ്രഹങ്ങൾ പറഞ്ഞ് കഴിഞ്ഞു. അങ്ങനെ നാളുകൾ കുറേ ഇങ്ങനെ നാളുകൾ കഴിഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ 2 മരമെട്ടുകാർ വന്നു. 2 മരമെട്ടുകാർ വന്നിട്ട് 3 മരത്തെയും വെട്ടിമാറ്റിയിട്ട് 3 സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ഈ ഒന്നാമത്തെ മരമില്ലേ, നിധിപെട്ടിയാകണമെന്ന് നിധിപേടകമാകണമെന്ന് ആഗ്രഹിച്ച ഈ മരത്തെ കൊണ്ടുപോയിട്ട് പശുവിന് പുല്ലൊടുക്കുന്ന പുൽത്തൊട്ടി കെട്ടാൻ ഉപയോഗിച്ചു. രണ്ടാമത്തെ മരത്തെ കൊണ്ടുപോയിട്ട് ചെറിയൊരു തോണിയാക്കി മാറ്റി. മൂന്നാമത്തെ മരത്തെ കൊണ്ടുപോയിട്ട് കുറ്റവാളികളൊക്കെ ക്രൂശിക്കുന്ന കുരിശാക്കി മാറ്റി. അപ്പോൾ ഈ 3 മരത്തിന് ഭയങ്കര സങ്കടവും നിരാശയും വിഷമവും ഒക്കെ വന്നു. അങ്ങനെ നാളുകൾ ഇങ്ങനെ കുറേ നാളുകൾ കഴിഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീ കൈതപ്പുറത്ത് കയറിയുണ്ട് അവളുടെ ഭർത്താവിനൊപ്പം ഇങ്ങനെ ഈ പുൽത്തൊട്ടിയുടെ അടുത്ത് വന്നിട്ട് ഒരു കുഞ്ഞിന് ജന്മം നൽകി കഴിഞ്ഞപ്പോൾ ആട്ടിടയന്മാർ ഒക്കെ വന്നിട്ട് പൊന്നും മോരും കുന്തിരിക്കൊക്കെ കാഴ്ച അർപ്പിക്കുന്നു. അപ്പം തന്നെ ഈ പുൽത്തൊട്ടിക്ക് കാര്യം മനസ്സിലായി. ഇവൻ പൊന്നിലും തങ്കത്തിലും രത്നത്തിലൊക്കെ വിലയുള്ള അതിനേക്കാളും വലിയ വിലയുള്ള നിധിയാണ് എന്ന് അറിഞ്ഞപ്പോൾ ഈ മരത്തിന് സന്തോഷമായി. അങ്ങനെ വീണ്ടും കുറേ നാളുകൾ കഴിഞ്ഞു പോയി. ഈ തോണിയുടെ അകത്ത് ഒരു മനുഷ്യനും കുറേ ശിഷ്യന്മാരുടെയും കൂടി കയറി. പ്രിയപ്പെട്ടവരെ, പെട്ടെന്ന് തന്നെ കാറ്റും കോളവും ഇടിമിന്നലൊക്കെ വന്നു. അപ്പോൾ സമുദ്രത്തിൻ്റെ മധ്യ നിൽക്കുന്ന ഈ തോണി ശിഷ്യന്മാർ ഒക്കെ ഭയങ്കര പേടിച്ച് അലറുക. അപ്പോൾ അവിടെ നിന്ന് ആൾ എണിച്ചു നിന്നിട്ട് പറഞ്ഞു, കാറ്റേ കടലേ ശാന്തമാകുക എന്ന് പറഞ്ഞപ്പോൾ കാറ്റും കടലൊക്കെ ശാന്തമായി. അപ്പം ഈ തോണിക്ക് മനസ്സിലായി ഇവ രാജാവല്ല, രാജാതി രാജാവാണെന്ന് അറിഞ്ഞപ്പോണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, ഈ തോണിക്ക് ഭയങ്കര സന്തോഷം. വീണ്ടും നാളുകൾ കുറേ കഴിഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ ഈ ക്രൂശിൽ തറച്ച് 3-ാം നാൾ ഈ കുരിശ് കാലിയായി. അപ്പോൾ ഈ 3 നാൾ കാലിയായി കുരിശിനെ എല്ലാവരും വണങ്ങുന്നു, ആരാധിക്കുന്നു, ബഹുമാനിക്കുന്നു. അപ്പോൾ ഈ മരത്തിനും അതുവരെ ഇല്ലാത്ത ഭയങ്കര സന്തോഷം. പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നാം ആകണം എന്ന് ആഗ്രഹിച്ചതുപോലെയൊന്നും ആകാത്തതിൽ പലപ്പോഴും നാം നിരാശയും സങ്കടവും വിഷമൊക്കെ വന്നിട്ടുണ്ടാകാം. എന്നാൽ കർത്താവായ യേശുവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതം വച്ചു കൊടുക്കുകയാണെങ്കിൽ അവൻ നമ്മുടെ ജീവിതം ഏറ്റെടുക്കുന്നു മാത്രമല്ല, ആ ജീവിതം നമ്മെ വേറൊരു കർത്താവായ യേശു ക്രിസ്തു നമ്മെ രൂപാന്തരപ്പെടുത്തി പുതിയൊരു ജീവിതം നമുക്ക് ദാനമായി തരും. അതിനു വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു ഗാഗുൽത്ത മലയിൽ ക്രൂശിലേറി ആ ജീവൻ നമുക്ക് വേണ്ടി ദാനമായി തന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു കുശവൻ്റെ കയ്യിൽ നിന്നും കളിമണ്ണുകൊണ്ടുണ്ടാക്കിയ പാത്രം നിലത്ത് വീണു. ആ വീണ പാത്രം ഉടഞ്ഞുപോയി. അയ്യേ, പിന്നെ എന്തിനു കൊള്ളാം എന്ന് പറഞ്ഞ് ഈ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം കുശവൻ കളയില്ല. പകരം വീണ്ടും അത് ചവിട്ടി കുഴച്ച് അതിനേക്കാളും ഭംഗിയുള്ള ഒരു പാത്രമായി രൂപാന്തരപ്പെടുത്തും. വേറൊരു ഉപയോഗത്തിനായി കുശവൻ ആ പാത്രം രൂപാന്തരപ്പെടുത്തും. പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളെല്ലാം പാഴായി പോയില്ലേ എന്നോർത്ത് പലപ്പോഴും സങ്കടപ്പെട്ട് ഇനി ഈ ജീവിതം എന്തിനു കൊള്ളാം എന്നോർത്ത് നിരാശപ്പെട്ട് പലപ്പോഴും നാം ഇരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഒന്നോർക്കുക, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതം ഏൽപ്പിച്ചു കൊടുക്കുക. എന്നാൽ നമ്മുടെ വചനം പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി രൂപാന്തരപ്പെടുത്തുമെന്ന്. പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം നന്മയ്ക്കായി രൂപാന്തരപ്പെടുത്തുവാൻ തക്കവണ്ണം കർത്താവായ യേശുക്രിസ്തു ജീവിക്കുന്നു. അബ്രഹാം വിശ്വാസികളുടെ പിതാവായിരുന്നു.
അബ്രഹാം ഒരു വിഗ്രഹാരാധികളായിരുന്നു. വിഗ്രഹത്തെ സേവിക്കുകയും വിഗ്രഹങ്ങളെ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരാളായിരുന്നു അബ്രഹാം. അബ്രഹാമിനെ ദൈവം വിളിച്ചു. അബ്രഹാം അതുവരെയുള്ള ജീവിതം അവിടെ അവസാനിച്ച് പുതിയൊരു ജീവിതം അബ്രഹാം തിരഞ്ഞെടുത്തു. പ്രിയപ്പെട്ടവരെ, അബ്രഹാം കൂടാരങ്ങളിൽ പാർത്തു. അബ്രഹാമിന് താമസിക്കാൻ പ്രത്യേക സ്ഥലമുണ്ട് എന്ന് പറയുന്നില്ല. അബ്രഹാം കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ജീവിച്ചു. അബ്രഹാമിന് വാഗ്ദത്തങ്ങൾ നൽകി. ആ വാഗ്ദത്തം മണൽത്തരി പോലെ മക്കളെ ഉണ്ടാകുമെന്നുള്ള ദൈവിക വാഗ്ദത്തം ലഭിച്ചു. വാഗ്ദത്തം ലഭിച്ചതിന് ശേഷം അനേക വർഷങ്ങൾ കഴിഞ്ഞിട്ട് വീണ്ടും അബ്രഹാമിൻ്റെ വാഗ്ദത്തങ്ങളെല്ലാം നിവൃത്തിയായി. അബ്രഹാമിൻ്റെ ദൈവം, ഇസാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം, യൗസേപ്പിൻ്റെ ദൈവം, പ്രിയപ്പെട്ടവരെ, തലമുറകളെ ദൈവം അനുഗ്രഹിച്ചു. അബ്രഹാം കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട്, പ്രിയപ്പെട്ടവരെ, നാം ഈ ഭൂമിയിൽ കൂടാരങ്ങളിൽ പാർക്കുന്നവരാണ്. നമുക്ക് നിത്യമായ ഒരു ഭവനമുള്ളത് അങ്ങ് സ്വർഗത്തിലാണ്. നാം ഈ ഭൂമിയിൽ കൂടാരവാസിയാണ്. ഇവിടെ നാം ശാശ്വതവാസിയല്ല. പ്രിയപ്പെട്ടവരെ, ആ പ്രത്യാശ നമ്മളിൽ ഉണ്ടായിരിക്കണം. ആ പ്രത്യാശ നമ്മളിൽ വർദ്ധിക്കുമാറാകട്ടെ. അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചു. അബ്രഹാമിൻ്റെ തലമുറകളെ അനുഗ്രഹിച്ചു. പ്രിയപ്പെട്ടവരെ, അബ്രഹാം അതുവരെയുള്ളതെല്ലാം അവിടെ ഉപേക്ഷിച്ച് പുതിയൊരു ജീവിതം അബ്രഹാം തിരഞ്ഞെടുത്തു. അബ്രഹാമിന് കിട്ടിയ ദൈവവിളി അബ്രഹാം സ്വീകരിച്ചു. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നോക്കുമ്പോൾ ദൈവം നമ്മെ വിളിക്കുന്ന അനേക അവസരങ്ങൾ വരുന്നുണ്ട്. എന്നാൽ വിളിക്കത്തവണ്ണം നാം നിൽക്കുന്നുണ്ടോ? നമ്മെ വിളിക്കത്തവണ്ണം നാം നിൽക്കുന്നുണ്ടോ? ഒന്ന് തിരിഞ്ഞു നോക്കുക. പ്രിയപ്പെട്ടവരെ, ഇന്നലകളെ നോക്കുമ്പോൾ ഇന്ന് നാം എവിടെ എത്തേണ്ടതാണ്? പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ട് നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ക്ഷണിക്കാം. ഇന്ന് വരെയുള്ളതെല്ലാം അവസാനിച്ചു. ഇതുവരെയുള്ളതെല്ലാം നാം കഴിഞ്ഞു പോയി. പുതിയൊരു ജീവിതം കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു. കർത്താവ് യേശുക്രിസ്തുവിനെ ക്ഷണിക്കുമ്പോൾ, കർത്താവ് യേശുക്രിസ്തു ഹൃദയങ്ങളിൽ വരുമ്പോൾ പുതിയ പാത്രമായി, പുതിയ വ്യക്തിത്വമായി രൂപാന്തരപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, അത് വെറും വാക്കാലല്ല, അനുഭവിക്കണം. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നാം വാക്കുകൊണ്ട് പറയും, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിൻ്റെ ഉള്ളങ്ങളിലേക്ക് സ്വീകരിക്കുന്നു എന്ന് പറയുന്നതല്ല നാം വ്യക്തിപരമായി ഒരു റിലേഷൻഷിപ്പ്. പ്രിയപ്പെട്ടവരെ, വ്യക്തിപരമായി നാം അനുഭവിക്കണം. നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കർത്താവായ യേശു ക്രിസ്തു കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റം നാം അനുഭവിച്ചറിയണം. അതാണ് ക്രിസ്ത്യൻ ലൈഫ്. ജാതി മത ഭേദമന്യേ എല്ലാവരെയും കർത്താവ് സ്നേഹിക്കുന്നു. കർത്താവിൻ്റെ ഹൃദയങ്ങളിലേക്ക് എല്ലാവരും ഹൃദയങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവൻ ജാതിയോ മതമോ സഭയോ സമുദായമോ നോക്കാതെ എല്ലാവരെയും അനുഭവിക്കാൻ അവൻ ശക്തനാണ്. ഇതുവരെ വന്നത് അവൻ നോക്കുകയില്ല. ക്രിസ്ത്യാനിറ്റി ഇന്നകളേ ഇല്ല, നാളുകളേ ഉള്ളൂ. ഇന്നകളില്ല, നാളുകളേ ഉള്ളൂ. അതുകൊണ്ട് കഴിഞ്ഞ കാല ജീവിതത്തിലേക്ക് നോക്കാതെ, കഴിഞ്ഞ കാല ജീവിതത്തിൽ വന്നുപോയ പാപപ്പിഴകളെ നോക്കാതെ, കഴിഞ്ഞ ജീവിതത്തിൽ വന്നുപോയത് നോക്കാതെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാര്യങ്ങൾ നിങ്ങളെ മാടി വിളിക്കുന്നു, നിങ്ങളുടെ ഹൃദയങ്ങളിൽ മുട്ടുന്നു. നിങ്ങൾ തുറന്നു കൊടുക്കുകയാണെങ്കിൽ അവൻ ഹൃദയത്തിൽ വന്ന് അവിടെ രാജാതി രാജാവായി, കർത്താതി കർത്താവായി അവിടെ വസിക്കും. ദൈവ തിരുനാമം മാത്രം വാഴ്ത്തപ്പെടുമാറാകട്ടെ.